വെൽക്കം ടു എജുസ് അക്കാഡമി. അപ്പോൾ എല്ലാ നഴ്സസിനും അതുപോലെ JPHN എക്സാമിന് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് അവരുടെ എക്സാമിനെ കുറിച്ചുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചതല്ലേ, അതായത് കേരള PSC DME സ്റ്റാഫ് നഴ്സിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി 15 അതോടൊപ്പം JPHനും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി 15. DHSന്റെ JPHN അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി 30. അങ്ങനെ ഇരിക്കെ നമ്മുടെ കേരള PSC അതിന്റെ എക്സാം കലണ്ടർ, അതായത് ടെന്റേറ്റീവ് എക്സാം കലണ്ടർ കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ പോസ്റ്റുകൾക്കുള്ള എന്താണ് ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കേരള PSC ഇന്നലെ, അതായത് 1-ാം തീയതി അതിന്റെ എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ പറഞ്ഞിരുന്നു ഇതിന്റെ എക്സാംസ് ഒക്കെ മിക്കവാറും ജൂണോടുകൂടി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ JPHന് ബാക്കിയെല്ലാം ശരിയാണ്, അതായത് DME സ്റ്റാഫ് നഴ്സ് എക്സാം ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ ജൂലൈ മുതലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ JPHന്റെ എക്സാം കുറച്ചുകൂടെ മുന്നിലേക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഗിയർ അപ്പ് ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് സ്പീഡപ്പ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് ഗിയറിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇടുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കൃത്യമായിട്ട് അതിന്റെ പ്രോബബിൾ എക്സാം ഡേറ്റ്സ് പറയുകയാണ്. അതായത് JPHN ഗ്രേഡ് 2 അത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷൻ ആണ് നേരത്തെ വിളിച്ചിരുന്നതാണ്. കാറ്റഗറി നമ്പർ 11/2024 ആയിട്ട് വിളിച്ചിരുന്ന പോസ്റ്റ് ആണ്. സോ അതിന്റെ എക്സാമിനേഷൻ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2025 ഏപ്രിലിനും ജൂണിനും ഇടയ്ക്കാണ്. അതോടൊപ്പം തന്നെ JPHN ഗ്രേഡ് 2 ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് നേരത്തെ വിളിച്ചിരുന്നത് ഫോർ ST കാൻഡിഡേറ്റ്സ് കേട്ടോ. ST കാൻഡിഡേറ്റ്സിനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ടായിരുന്നു വിളിച്ചത്. കാറ്റഗറി നമ്പർ 48/2024 ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അത് എക്സാം ഡേറ്റ് ടെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രോബബിൾ എക്സാം പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ 2025. നമ്മളിപ്പോ അതായത് ഇപ്പോൾ വീണ്ടും ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് ഉള്ള എക്സാംസ് ആണ്. അതായത് JPHN ഗ്രേഡ് 2 അതുപോലെ DME ഡിപ്പാർട്ട്മെന്റ് DME JPHN ഗ്രേഡ് 2 ഡിപ്പാർട്ട്മെന്റ് DHS രണ്ടിന്റെ കാറ്റഗറി നമ്പർ 470/2024 520/2024 ഇതിന്റെ എക്സാം ഡേറ്റ് എപ്പോഴാണ്, അതായത് 2025 ഏപ്രിലിനും ജൂണിനും ഇടയ്ക്കാണ്. നമുക്കിനി എത്ര നാളാണ് ഉള്ളത് ഇപ്പൊ പഠിക്കാന്? ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസമേ പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. വെറും 3 മാസമേ JPHN എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൂ. ഏപ്രിൽ എക്സാം ഉണ്ടാകും, അല്ലെങ്കിൽ മെയ്, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ജൂൺ, അതിനു മുന്നേ ഉറപ്പായിട്ട് എക്സാം ഉണ്ടാകും. സോ നമ്മളിപ്പോ എന്ത് ചെയ്യുക, ഏപ്രിലിൽ തന്നെ എക്സാം ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക കേട്ടോ. സോ നെക്സ്റ്റ് നമ്മുടെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഹോമിയോപ്പതി കേട്ടോ. ഹോമിയോപ്പതിയുടെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 അതിന്റെ കാറ്റഗറി നമ്പർ 332/2024 എക്സാമിനേഷൻ പ്രോബബിൾ എക്സാമിനേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2025 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. സോ അതിന്റെയും നമ്മുടെ എക്സാം എപ്പോഴാണ്, ജൂലൈയിൽ പ്രതീക്ഷിക്കുക. സ്റ്റാഫ് നഴ്സ് DME മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫ് നഴ്സ് എക്സാം കാറ്റഗറി നമ്പർ 469/2024 എക്സാമിനേഷൻ ടെന്റേറ്റീവ് എക്സാം പീരീഡ് എന്ന് പറയുന്നത് 2025 ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്കാണ്. സോ എന്താണ്, സ്റ്റാഫ് നഴ്സ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ 6 മാസം, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ 6 മാസവും JPHN എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വെറും 3 മാസവും നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻസിന്റെ ഒക്കെ ഇന്റൻസിറ്റി കൂട്ടുക, മാക്സിമം നമ്മുടെ സമയം മുഴുവൻ എന്ത് ചെയ്യുക, നമ്മുടെ പഠനത്തിന് വേണ്ടി, നമ്മുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക. സോ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ 4ാമത്തെ ബാച്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 5ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സുകൾ ജനുവരി 4-ാം തീയതി, അതായത് നാളത്തെ കഴിഞ്ഞ് ജനുവരി 4-ാം തീയതിയാണ് നമ്മൾ പുതിയ ബാച്ചിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് JPHന്റെ കോച്ചിങ്ങോ അല്ലെങ്കിൽ DME സ്റ്റാഫ് നഴ്സിന്റെ കോച്ചിങ് എടുക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലെ, നിങ്ങൾ കോച്ചിങ് എടുത്തേ പഠിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി നിങ്ങൾ ആലോചിക്കുക. കാരണം എന്താണ്, ഇനി നമുക്ക് സമയം വളരെ കുറവാണ്. പ്രത്യേകിച്ച് JPHN എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സമയം വളരെ വളരെ കുറവാണ്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇന്റൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തേ മതിയാവൂ. എന്നോട് ഒരുപാട് പേര് എൻക്വയറി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സാർ, ഞങ്ങൾക്ക് എക്സാമിന് വേണ്ടി ഞങ്ങൾ എക്സാമിന് ലീവ് എടുത്ത് പഠിക്കണമോ, ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച്, ഞാനിപ്പോ അതിന്റെ പേരിൽ ഡിസിഷൻ ഒന്നും പറയുന്നില്ല, പക്ഷേ ആലോചിച്ച് യോജിച്ച ഒരു തീരുമാനം എടുക്കുക. കാരണം എന്താണ്, ഇനി നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ JPHന്റെ
നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JPHന്റെ മാത്രം പ്രത്യേകിച്ചുള്ള ബാച്ച് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ JPH എക്സാം മാത്രം എഴുതുന്നവർക്ക് JPHന്റെ മാത്രം ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെയും അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൂടാതെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും നമ്മുടെ സ്റ്റാഫ് നഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ ആയിട്ട് നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് നന്നായിട്ട് തീരുമാനിച്ച് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അധികം ദിവസവും നമ്മുടെ കയ്യിലില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. സോ നമ്മുടെ ക്ലാസ്സിന്റെ ഫീച്ചേഴ്സ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. നമ്മൾ ആക്ച്വലി ഇപ്പൊ നടത്തുന്ന ക്ലാസ് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഓൺലൈൻ ക്ലാസ്സസിൽ ലൈവ് റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നോട്ട്സ് ഉണ്ടാകും. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മോഡൽ എക്സാംസ്, മെന്റർ സപ്പോർട്ട്, പീരിയോഡിക് റിവിഷൻ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ അതായത് നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് അതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് JPHN കോഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ റാങ്ക് ബൂസ്റ്റർ പാക്ക്, റാങ്ക് ഫയൽ കൊടുക്കുന്നുണ്ട്. ദെൻ സൂപ്പർ നോട്ട്സ്. ഇത്രയും നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷന്റെ സ്റ്റാഫ് നഴ്സിന്റെ കോച്ചിങ് അഡ്മിഷൻ എടുക്കുന്നവർക്കാണ് ഇതൊക്കെ നമ്മൾ നൽകുന്നത്. അതേസമയം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസും നമ്മൾ ഈ മാസം തന്നെ ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. സോ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ഒരു ഹൈബ്രിഡ് മോഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഓഫ്ലൈൻ ക്ലാസ്സസ് കൊടുക്കും. അതോടൊപ്പം തന്നെ ഓൺലൈനിന്റെ കംപ്ലീറ്റ് ആക്സസ് നമ്മൾ ഓഫ്ലൈൻ സ്റ്റുഡൻസിനായിട്ട് കൊടുക്കുന്നതായിരിക്കും. സോ ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ ഫ്രീ ആക്സസ് ഓഫ് ഓൺലൈൻ ക്ലാസ്സസ്. ഇത് പറഞ്ഞ പോലെ PDF നോട്ട്സ് കൊടുക്കുന്നുണ്ട്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാംസ്, മെന്റർ സപ്പോർട്ട്, പീരിയോഡിക് റിവിഷൻ, അൺലിമിറ്റഡ് ടെസ്റ്റ് സീരീസ്. ഇതാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസിന്റെ പ്രത്യേകത. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾക്കിനി അധികം ദിവസമൊന്നുമില്ല. ഈ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു നിമിഷം പോലും, ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും നിങ്ങൾ നഷ്ടമാക്കാതെ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്താണ്, ഒരു നിമിഷം പോലും കളയരുത്. ഒരു നിമിഷം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകണം. സോ അതുകൊണ്ട് വളരെ നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് വരുന്ന പരീക്ഷ വളരെ നന്നായിട്ട് എഴുതി ഉന്നത റാങ്കുകൾ നേടുക. നിങ്ങളുടെ ഡ്രീം ജോബ് കരസ്ഥമാക്കുക. സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും എജ്യൂസ് അക്കാഡമി നിങ്ങളോടൊപ്പം ഉള്ളതാണ്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക.